₹92 ടിക്കറ്റുമായി വീണ്ടും ഒരു ചൊവ്വാഴ്ച, വീണ്ടും ഒരു റീ റിലീസ്. സ്പൈഡർമാനിയ റീ റിലീസുകളുടെ ഭാഗമായിട്ട് ആൻഡ്രൂ ഗാർഫീൽഡ് അഭിനയിച്ചിട്ടുള്ള അമേസിംഗ് സ്പൈഡർമാൻ 2 എന്നീ 2 സിനിമകളാണ് PVR പോലുള്ള മൾട്ടിപ്ലെക്സ് ചെയിനുകളിൽ ഈ ആഴ്ച റിലീസായിരിക്കുന്നത്. ഈ സോണിയുടെ അത് അമേസിംഗ് സ്പൈഡർമാൻ എന്ന് പറയുന്ന പടം ഇത് ആക്ച്വലി 3D ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ്. ഇതൊരു 3D ഫിലിമാണ്. പക്ഷേ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ PVR ലുലു ആണെങ്കിലും PVR ഫോറമോൾ ആണെങ്കിലും അതെല്ലാം 2D വേർഷനാണ്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു 3D എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സിനിപോളിസ് ആയിരുന്നു. അപ്പോൾ ഈ സിനിപോളിസ് തിയേറ്ററുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 3D ഞാൻ പ്രിഫർ ചെയ്തില്ല. പക്ഷേ ഒരു 6 മാസത്തിനുള്ളിൽ സിനിപോളിസിൻ്റെ എല്ലാ സ്ക്രീനുകളും ഒരു മേജർ അപ്ഗ്രഡേഷനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 4K ലേസർ പ്ലസ് അറ്റ്മോസ് സ്ക്രീനുകൾ തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സിക്യൂഷൻ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. നിലവിൽ അവരുടെ സ്ക്രീൻ 3 അവർ 4K ലേസറായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൗണ്ട് 7.1 ആണ്. എക്കോ ആണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എക്കോ 4K ലേസറിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ സിനിപോളിസ് കൊച്ചിയും കൂടിയാണ്. അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ 3D ഓപ്ഷൻ അവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് 3D കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് റിലീസ് ടൈമിൽ ഞാൻ കണ്ടതല്ലാതെ പിന്നെ ഇന്നേ വരെ ഞാൻ ദ അമേസിംഗ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ഈ സിനിമ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു മേജർ ഒരു ബ്രിഡ്ജിൽ വെച്ചുള്ള ഒരു സീക്വൻസ് അല്ലാതെ വേറെ ഒന്നും തന്നെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും കണ്ടു മറന്ന ഒരു സിനിമ കാണുന്ന ആ ഒരു ഓപ്ഷനിലാണ് ഞാൻ ഫോറമോളിലെത്തിയത്. ഫോറമോളിൽ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ 92 റുപ്പീസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 92 റുപ്പീസിൻ്റെ ഓഫർ മുതലാക്കാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്തത്. അങ്ങനെ അമേസിംഗ് സ്പൈഡർമാൻ കണ്ടു. ഞാൻ പറഞ്ഞില്ല എനിക്കിത് തീരെ ഓർമ്മയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷേ എനിക്ക് ഇതിനു മുമ്പ് അതായത് സ്പൈഡർമാനിയുടെ ഭാഗമായിട്ട് ടോബിയുടെ 3 സിനിമകളും കണ്ടു. അതിനുശേഷം ഈ അമേസിംഗ് സ്പൈഡർമാൻ കണ്ടപ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. സ്പൈഡർമാൻ്റെ ഒറിജിനൽ ട്രിലോജിയും പിന്നെ ഈ ആൻഡ്രൂവിൻ്റെ 2 സിനിമകളും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചെറിയ ചെറിയ ഡിഫറൻസുകളാണ്. അതായത് ഈ സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് ഒരു ടീനേജറാണല്ലോ. അപ്പോൾ ആ ടീനേജറിൻ്റെ ഒരു റോ വൾണറബിലിറ്റി കൂടുതലായിട്ട് ആൻഡ്രൂ ആണ് കൂടുതൽ പോർട്രേ ചെയ്തതെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ട്രിലോജി സാം റൈമിയുടെ ഒരു ഹൊറർ ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മൊത്തത്തിൽ ഒരു ഡാർക്കർ ടോണിലല്ല ആ പടം വരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഗ്രിറ്റി ആയിട്ടുള്ള കുറച്ച് ഡാർക്കർ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, കളർ ഗ്രേഡിങ് ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്ന അമേസിംഗ് സ്പൈഡർമാനിലാണ്. പിന്നെ കുറച്ചുകൂടി അത്ലീറ്റ് ആയിട്ടുള്ള അതായത് ഇതിൻ്റെ സ്പൈഡർമാൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ സ്ലിംഗ് സീക്വൻസ് ഏറ്റവും ഗംഭീരമായിട്ട് വന്നിരിക്കുന്നത് അമേസിംഗ് സ്പൈഡർമാനെയാണ്. ഈവൻ ടോബിയുടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടോമിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സീക്വൻസ് ഏറ്റവും ഗംഭീരമായിട്ട് അമേസിംഗ് സ്പൈഡർമാനാണ്. ഒരു അത്ലീറ്റ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടി സ്ലീക്കായിട്ടുള്ള ആ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. പ്രത്യേകിച്ച് അമേസിംഗ് സ്പൈഡർമാൻ 2 തുടങ്ങുമ്പോൾ തന്നെയുള്ള ആ ഒരു സ്ലിംഗ് സീക്വൻസ്, ആ ഒരു സ്പൈഡർമാൻ പോകുന്ന സീക്വൻസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ സ്യൂട്ടും രസമുള്ളൊരു സ്യൂട്ടാണ്. മറ്റേ ഒറിജിനൽ ട്രിലോജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലിറ്ററി, കുറച്ചൊരു തിളക്കമൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള വെബ് ഷൂട്ടേഴ്സ് ഉണ്ട്. ഈ വെബ് ഷൂട്ടേഴ്സ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ടീനേജർ അത്യാവശ്യം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു സയൻറ്റിഫിക് ആ ഒരു സംഭവങ്ങളിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കോമിക് ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അമേസിംഗ് സ്പൈഡർമാനിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്ഡലൻ സിനിമാറ്റോഗ്രാഫിയാണ് ഇതിലെ നൈറ്റ് ഷോട്ട്സ് എല്ലാം. ഈ വന്നിരിക്കുന്ന DCP PVR ഫോറമോളിലുള്ള Audi 7 ഞങ്ങൾ ഈ സിനിമ കണ്ടത്. DCPയുടെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ പക്കയായിരുന്നു. സ്പൈഡർമാൻ്റെ മാസ്ക് ഇല്ലേ, ആ മാസ്കിൻ്റെ ഉള്ളിൽ ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉള്ള ശരിക്കുള്ള അതായത് ആൻഡ്രൂവിൻ്റെ കണ്ണൂരേക്ക് കാണുന്ന അത്രയും ആ ഡീറ്റെയിലിങ്ങും സംഭവങ്ങളും ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ FRK വ്ളോഗ്സിലെ നിഖിലുണ്ടായിരുന്നു. അപ്പോൾ നിഖിലിൻ്റെ അടുത്ത് പറയുന്നത് ഇത് പക്ക ഡീറ്റെയിലിംഗ് ആണ്. ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, ഭയങ്കര കിഡിലൻ ക്ലാരിറ്റിയുള്ള നല്ലൊരു DCP ആയിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ വന്നത്. സ്റ്റിൽ ഫസ്റ്റ് പാർട്ട് ഇനിയും ഷോസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ PVR ഫോറമോൾ ആക്ച്വലി നല്ലൊരു ചോയ്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്വിങ്ങിങ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്പൈഡർമാൻ്റെ ആ സ്വിങ്ങിങ് ഷോട്ട്സൊക്കെ എടുത്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ എല്ലാം സിനിമാറ്റോഗ്രാഫി അതിഗംഭീരമാണ്. അതൊക്കെ ടോപ്പ് നോച്ച് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഒറിജിനൽ ട്രിലോജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് പീറ്റർ പാർക്കിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ്, സയൻറ്റിഫിക് ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അമേസിംഗ് സ്പൈഡർമാനിലാണ്. കാരണം ഇതിനകത്ത് അച്ഛൻ്റെ ക്യാരക്ടർ, അച്ഛൻ എന്ത് പറ്റി എന്നുള്ള ആ ഒരു മിസ്റ്ററി ത്രൂ ഔട്ട് ഈ 2 പടങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും ആ ഒരു പീറ്ററിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന അമേസിംഗ് സ്പൈഡർമാൻ സീരീസിലാണ്. പിന്നെ ഈ ഫസ്റ്റ് പടത്തിൻ്റെ ആ ഇമോഷണൽ ആർക്ക് വന്നിരിക്കുന്നത് ഗെവിൻ സ്റ്റേസിയുടെ അച്ഛൻ്റെ ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ ആ ഒരു പോലീസ് വേഴ്സസ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആക്ച്വലി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല ഇമോഷണലായിട്ട് തന്നെയാണ് നീരുന്നത്.
ഈ അമേസിംഗ് സ്പൈഡർമാൻ 2 പടത്തിലും ഫസ്റ്റ് പാർട്ടാണെങ്കിലും സെക്കൻഡ് പാർട്ടിലാണെങ്കിലും ഒരു മേജർ ക്യാരക്ടർ മരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ വെയിറ്റേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സ്വിങ്ങിങ് സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ല രസമുള്ള സീക്വൻസ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ ആക്ഷൻ കോറിയോഗ്രാഫി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ട്രിലജീനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും സിംഗിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ പടത്തിൻ്റെ എടുത്തു പറയുന്ന പോസിറ്റീവാണ്. പക്ഷേ ഒറിജിനൽ സീരീസിൽ നിൽക്കുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഈ മൊത്തത്തിൽ ഈ 2 സിനിമകളിലൂടെയും കിട്ടിയില്ല എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ ആൻഡ്രൂ ആണ് അല്ലെങ്കിൽ ടോം ആണെന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് പീറ്റർ പാർക്കർ ടോബി ആണെന്ന് പലരും പറയുന്നു. പിന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ ട്രിലജി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഒറിജിൻ സ്റ്റോറി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, ഈ പടത്തിലെ ലിസാർഡ് എന്ന് പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടർ ഒറിജിനൽ ട്രിലജിയിലുള്ള എല്ലാ സിനിമകളിലും നമുക്ക് ഒരു ഇമോഷണലി നമുക്ക് എന്തെങ്കിലും ഒരു കണക്ട് തോന്നുന്ന അല്ലെങ്കിൽ സിമ്പതി തോന്നുന്ന വില്ലന്മാരാണ്. പക്ഷേ ഇതിനകത്ത് ലിസാർഡ് ക്യാരക്ടർ ഭയങ്കര അണ്ടർ റിട്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു വില്ലനോട് യാതൊരുവിധ ഫീലിങ്ങും തോന്നാത്ത, സാധാരണ സ്പൈഡർമാൻ വില്ലന്മാരിൽ നമുക്ക് വില്ലന്മാരോടും ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അങ്ങനെയുള്ള ഒരു സംഭവമില്ലാതെ ഒരു ലേസി റൈറ്റിംഗ് ഉള്ള ഒരു വില്ലനായിട്ടാണ് അമേസിംഗ് സ്പൈഡർമാൻ ഫസ്റ്റ് പാർട്ടിലെ വില്ലൻ എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് പാർട്ട് അത് ഞാൻ പറയാം അതിൻ്റെ റിവ്യൂവിൽ, അതിൽ കഷ്ടമാണ്. പിന്നെ ഈ സിനിമയിലെ അങ്കിൾ ബെൻ്റെ ആ ഒരു സീക്വൻസ്, അങ്കിൾ ബെൻറ്റിൻ്റെ ആ ഒരു ഡെത്ത് ആണല്ലോ സ്പൈഡർമാൻ്റെ ലൈഫിലെ ഏറ്റവും മേജർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഇമോഷണൽ പഞ്ചും ഇല്ലാതെ വെറും ഫ്ലാറ്റായിട്ടാണ് പോകുന്നത്. അത് വലിയൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പടത്തിൻ്റെ ടോണാണെന്നുണ്ടെങ്കിൽ അത്ര കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ചില സമയത്ത് നല്ല ഡാർക്കായിട്ടൊക്കെ കഥ പറഞ്ഞു പോകുന്നു, ചില സമയത്ത് ആ ഒരു ടീനേജ് ഹ്യൂമർ അങ്ങനെയുള്ള രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകുന്ന ഒറിജിനൽ ട്രിലജിയിലെ തേർഡ് പാർട്ടിൽ വന്നിരിക്കുന്ന ആ മിസ്റ്റേക്കില്ലേ, അത് തന്നെയാണ് വീണ്ടും ഇവിടെ സോണി റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പീറ്ററിൻ്റെ പാരൻസിൻ്റെ ആ ഒരു മിസ്റ്ററി എന്നുള്ളത് ആക്ച്വലി അതൊരു നല്ല സംഭവമായിട്ടാണെന്നുണ്ടെങ്കിലും അതത്ര എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് നമ്മൾ 2 സിനിമകൾ കാണുമ്പോൾ അത്ര പ്രോപ്പറായിട്ടല്ല അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊരു ഫീലാണ് എനിക്ക് വന്നിരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേസിങ് ഇഷ്യൂസ് ഉണ്ട് ആക്ച്വലി. കാരണം ഇത് 2 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ചില ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു പേസിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അത് അമേസിംഗ് സ്പൈഡർമാനിലും ഉണ്ട്, അമേസിംഗ് സ്പൈഡർമാൻ 2-ലും ഉണ്ട്. അപ്പം അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ സീരീസിന് ഒരു 3ാമതൊരു സിനിമ വരേണ്ടതായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അമേസിംഗ് സ്പൈഡർമാൻ 2-ൻ്റെ റീ റിലീസ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ മൊത്തത്തിൽ ഒറിജിനൽ ട്രിലജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിലും ആൻഡ്രൂവിൻ്റെ ഈ അമേസിംഗ് സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്ക് ഒരു 3ാമത്തെ ഒരു ഭാഗം അവർ ഡിസേർവ് ചെയ്തിരുന്നു ആക്ച്വലി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ തന്നെയാണ്. ഞാനത് അമേസിംഗ് സ്പൈഡർമാൻ 2-ൻ്റെ റിലീസ് എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. അപ്പോൾ ഒറിജിനൽ ട്രിലജി എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോ ഫിലിം ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സ്പൈഡർമാൻ 2 ഒക്കെയുള്ള, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ MCU കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ടോമിൻ്റെ ആ ഒരു സ്പൈഡർമാൻ സീരീസിനോട് നമുക്ക് കുറച്ച് പേഴ്സണൽ കണക്ഷനൊക്കെ ഉള്ളത്. സ്റ്റിൽ ആൻഡ്രൂവിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, സ്വിങ്ങിങ് ഷോട്ടൊക്കെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പോലുള്ള, പിന്നെ കുറച്ചുകൂടി ആ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്നുള്ള രീതിയിൽ കുട്ടികളോട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിറ്റിയായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പൈഡർമാൻ നോക്കുമ്പോൾ ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു തേർഡ് പാർട്ട് അവർ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈ സിനിമ വീണ്ടും കണ്ടപ്പോൾ ഉള്ള ഒരു റീ റിലീസ് എക്സ്പീരിയൻസസ്.